പരാതിക്കാരിയായ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ പേരാമംഗലം സിഐയെ സസ്പെൻഡ് ചെയ്യാത്തതെന്തെന്ന് പ്രതിപക്ഷം. വനിതാ എഡിജിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം വടക്കാഞ്ചേരി പീഡനം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ പ്രതികൾക്ക് മുഴുവൻ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കാൻ CPM മുന്നോട്ട് വരുന്ന ദൗർഭാഗ്യകരമായ കാര്യമാണ് സാർ. സർക്കാർ പ്രതികളെ സംരക്ഷിക്കില്ല, കുറ്റവാളികൾക്ക് പാർട്ടി സംരക്ഷണം ഉണ്ടാകില്ലെന്നും മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണെങ്കിൽ ഉപ്പ് തിന്നവനെ കൊണ്ട് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുമെന്ന്. അടിയന്തര പ്രമേയ നോട്ടീസിൽ അനിലക്കര ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗുരുവായൂർ ACPയോട് പറഞ്ഞാൽ മതിയെന്ന AK ബാലന്റെ പരാമർശം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് AK ബാലൻ പരാമർശം പിൻവലിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ 3 CPM അംഗങ്ങളും CPM ബന്ധമുള്ള വനിതാ അഭിഭാഷകയും ചേർന്ന് പീഡനക്കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനിലക്കര ആരോപിച്ചു. നേരത്തെ കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഗുരുവായൂർ ACP, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും അനിലക്കര പറഞ്ഞു. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി ഇന്നലെ വരെ ഈ നിയമസഭാ കോംപ്ലക്സിനകത്തുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട CPMന്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ സർക്കാർ കുറ്റകരമായ മൗനം തുടരുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള കോൺഗ്രസ് BJP അംഗങ്ങളും ഇറങ്ങിപ്പോക്കിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.